കുട്ടികളെ പഠിപ്പിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഗ്രാമർ. എന്നാൽ അവർ പഠിക്കുന്ന കാര്യങ്ങളെ ചുറ്റുപാടുമായി കണക്ട് ചെയ്ത് കൊടുത്താൽ കാര്യങ്ങൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇന്ന് നമ്മൾ ഒരു പുതിയ പാർട്ട് തുടങ്ങുകയാണ്, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ഫോർ കിഡ്സ്. കുട്ടികളെ എങ്ങനെ എളുപ്പത്തിൽ ഗ്രാമർ പഠിപ്പിക്കാം, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും പഠിക്കാം. പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നും തുടങ്ങാം അല്ലേ? നമുക്കറിയാം 8 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഉള്ളത് ഇംഗ്ലീഷിൽ. ഏതൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻസ് ആൻഡ് ഇൻ്റർജങ്ഷൻസ്. ഇതിൽ ആദ്യം നമുക്ക് നൗണിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളോ ആളുകളോ സ്ഥലമോ എന്തുമാകട്ടെ, പേരില്ലാത്തൊരു വസ്തു പോലുമില്ല. ഇത്തരം പേരുകളെ അല്ലെങ്കിൽ ഇവയുടെ പേരുകളെ നമുക്ക് ഇംഗ്ലീഷിൽ നൗൺ എന്ന് വിളിക്കാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ബോയ്, ഗേൾ, ട്രീ, വാട്ടർ, സിസ്റ്റർ, രാഹുൽ എന്നിങ്ങനെ ഒരുപാട് പറയാം. നമുക്ക് ചുറ്റുമുള്ള ഏതൊരു വസ്തുവിൻ്റെ പേരിനെയും നമുക്ക് നൗൺ എന്ന് പറയാമല്ലേ? എന്നാൽ ഈ വാക്കുകൾ നോക്കിയേ. ഡസ്റ്റ്, ലവ്, ഫയർ, ഇങ്ക്, സോയിൽ, വാട്ടർ, റൈസ്, ഇതും നൗൺസ് ആണ്. എന്നാൽ ഈ നൗൺസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവയെല്ലാം നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കാത്തവയാണല്ലേ, അതായത് എണ്ണിയെടുക്കാൻ സാധിക്കാത്തത്. എന്നാൽ ഈ വേർഡ്സ് നോക്കിയേ. ടേബിൾ, ബോയ്, ഗേൾ, ബുക്ക്, പെൻ, ഇവയെല്ലാം നമുക്ക് എണ്ണാൻ സാധിക്കും. ഇത്തരത്തിൽ എണ്ണാൻ സാധിക്കാത്ത നൗൺസിനെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺസ് എന്നും എണ്ണാൻ സാധിക്കുന്ന നൗൺസിനെ നമുക്ക് കൗണ്ടബിൾ നൗൺസ് എന്നും പറയാം. ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ചുറ്റുമുള്ള ഏതൊരു വസ്തുവിനും പേരുണ്ട്. ഇതിൽ തന്നെ നമുക്ക് എണ്ണാൻ സാധിക്കാത്ത വസ്തുക്കളുടെ പേരുകളെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺസ് എന്നും എണ്ണാൻ സാധിക്കുന്ന വസ്തുക്കളുടെ പേരുകളെ നമുക്ക് കൗണ്ടബിൾ നൗൺസ് എന്നും പറയാം. ഇതേപോലെ തന്നെ നമുക്ക് നൗൺസിനെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ സിംഗുലർ നൗൺ എന്നും പ്ലൂറൽ നൗൺ എന്നും പറയാം. സിംഗുലർ നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഒരെണ്ണത്തെ മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തെ മാത്രം കാണിക്കുന്ന നൗൺസിനെ നമുക്ക് സിംഗുലർ നൗൺ എന്ന് പറയാം, മലയാളത്തിലെ ഏകവചനമെന്ന്. ഒരുപാട് എക്സാമ്പിൾസ് പറയാം. ബോയ്, മാംഗോ, പെൻ, ടേബിൾ, ഡോഗ്, കാർ, ട്രീ എന്നിങ്ങനെ. ഇനി ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്ന നൗൺസിനെ പ്ലൂറൽ നൗൺസ് എന്ന് പറയാം, ബഹുവചനം. ബോയ്സ്, മാംഗോസ്, പെൻസ്, ടേബിൾസ്, ഡോഗ്സ്, ട്രീസ് എന്നിങ്ങനെ ഒരുപാട്. ഒരു സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതിൻ്റെ അവസാനം എസ് ചേർക്കാന്നുള്ളതാണ്. ബോയ്, ബോയ്സ്, ആൺകുട്ടി, ആൺകുട്ടികൾ, ഗേൾ, ഗേൾസ്, പെൺകുട്ടി, പെൺകുട്ടികൾ. അപ്പോൾ ഇവിടെ ബോയ് എന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടിയുള്ളൂ, ബോയ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൺകുട്ടികൾ, അപ്പോൾ ഇത് പ്ലൂറലായി. എന്നാൽ എല്ലാ വേർഡ്സിൻ്റെ കാര്യവും സെയിം അല്ല. ഈ വാക്കുകൾ നോക്കിയേ. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, പൊളിറ്റിക്സ്, ഇതെല്ലാം എസ്സിൽ അവസാനിക്കുന്ന വാക്കുകളാണല്ലേ. എസ്സിൽ അവസാനിക്കുന്നത് കൊണ്ട് ഇതെല്ലാം പ്ലൂറൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വാക്കുകളെല്ലാം സിംഗുലർ നൗൺസുകളാണ്. സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കാനുള്ള റൂൾസിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ അതേ പോയിന്റിലേക്ക് വരാം. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾക്കെല്ലാം പേരുകളുണ്ട്. എന്നാൽ ഇതിൽ ചില പേരുകൾ പ്രത്യേക വ്യക്തികൾ, സ്ഥലങ്ങൾ എന്നിവ കാണിക്കുന്ന വാക്കുകളാണ്. ഇത്തരം നൗൺസിനെ നമുക്ക് പ്രോപ്പർ നൗൺ എന്ന് വിളിക്കാം. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളുടെയും പേരുകൾ, സ്ഥലത്തിൻ്റെ പേരുകൾ, ഉദാഹരണത്തിന് മുംബൈ, ഇന്ത്യ, രാഹുൽ, സ്നേഹ എന്നിങ്ങനെ. എന്നാൽ ഒരേ വർഗത്തിലോ ഒരേ ഇനത്തിലോ പെടുന്ന എല്ലാത്തിനും പൊതുവെ പറയുന്ന പേരുകളുണ്ട്. നമുക്ക് ഈ പേരുകളെ കോമൺ നൗൺസ് എന്ന് പറയാം. ഒരേ വർഗത്തിലോ ഒരേ ഇനത്തിലോ പെടുന്ന എല്ലാത്തിനും പൊതുവെ പറയുന്ന പേരുകളെ നമുക്ക് കോമൺ നൗൺസ് എന്ന് പറയാം. എക്സാമ്പിൾ ആനിമൽ, ബിൽഡിംഗ്, ഗേൾ, സിറ്റി എന്നിങ്ങനെ. ചില വാക്കുകൾ ഒരു കൂട്ടത്തെയോ ഒരു സമൂഹത്തെയോ കാണിക്കുന്ന വേർഡ്സ് ആണ്. ഉദാഹരണത്തിന് ആളുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് ക്രൗഡ് എന്ന് പറയാം. ബേർഡ്സിൻ്റെ ഒരു കൂട്ടത്തെ നമുക്ക് ഫ്ലോക്ക് എന്ന് പറയാം. ഷീപ്പിൻ്റെ ഒരു കൂട്ടത്തെ നമുക്ക് ഹേർഡ് എന്ന് പറയാം.
ഇത്തരത്തിലുള്ള നൗൺസിനെ നമുക്ക് കളക്റ്റീവ് നൗൺസ് എന്ന് പറയാം. ഇനി നമ്മുടെ ഇമോഷൻസ്, ക്വാളിറ്റീസ് ഇതിനെല്ലാം പേരുകളുണ്ടല്ലേ. ലവ്, ഗുഡ്നസ്, കൈൻഡ്നസ്, ഹേറ്റ്രഡ് എന്നിങ്ങനെ. ഇവയെ നമുക്ക് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയാം. ലാസ്റ്റ് കാറ്റഗറിയാണ് മെറ്റീരിയൽ നൗൺ. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ആവാം. ഗോൾഡ്, സിൽവർ, കോട്ടൺ, പോളിസ്റ്റർ എന്നിങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യം പ്രോപ്പർ നൗൺ എന്താണെന്ന് പറഞ്ഞു, പിന്നീട് കോമൺ നൗൺ പറഞ്ഞു, അതിനുശേഷം കളക്റ്റീവ് നൗൺ പറഞ്ഞു, ദെൻ അബ്സ്ട്രാക്റ്റ് നൗൺ പറഞ്ഞു, ഫൈനലി മെറ്റീരിയൽ നൗൺ പറഞ്ഞു. നൗൺ എന്ന ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. ബാക്കി പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ചുറ്റുപാടുമുള്ള വസ്തുക്കളിൽ നിന്നും നൗൺസ് എങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാം എന്നതാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.